ഹായ്, നമസ്കാരം. നമുക്ക് എങ്ങനെ കടമില്ലാതെ ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ബഹുഭൂരിപക്ഷം പേരും എന്തെങ്കിലും ജോലി കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു വരുമാനം സ്റ്റാർട്ട് ചെയ്താലോ അവർ ആദ്യം ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വരുമാനത്തിനേക്കാൾ വലിയ ഒരു ബാധ്യത ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് വീട് വെക്കുന്ന കാര്യത്തിലാവാം, വാഹനം വാങ്ങുന്ന കാര്യത്തിലാവാം, ഇനി മറ്റേതെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാവാം, വലിയൊരു ലോൺ അങ്ങോട്ട് എടുത്തു വെക്കും. ലോൺ എടുത്ത് ആ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം മുതൽ ആവശ്യമില്ലാതെ പിന്നെ ടെൻഷൻ അടിക്കലാണ് അടുത്തത്. എനിക്ക് കുറെ ബാധ്യതകളുണ്ട്, ടെൻഷൻ ഉണ്ട്, അങ്ങനെ ഉണ്ട്, അങ്ങനെ പറഞ്ഞു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ കടമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമുക്കൊരു ജോലി കിട്ടുന്നതോ ഒരു വരുമാനം കിട്ടുന്നതോ നമുക്ക് ബാധ്യത ഉണ്ടാക്കാനല്ല, പകരം ബാധ്യത ഇല്ലാതെ സന്തോഷമായിട്ട് ജീവിക്കാനാണ്. അപ്പൊ അതില് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവനോട് നീതി പുലർത്തുക എന്നുള്ളതാണ്. എന്താണ് അവനവനോട് നീതി പുലർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന രീതിയിൽ അയൽവക്കക്കാരൻ വലിയ വീട് വയ്ക്കുമ്പോൾ അതിനേക്കാൾ വലിയ വീട് വേണം എനിക്ക്, അയൽവക്കക്കാരൻ ഒരു കാറ് വാങ്ങുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ വില കൂടിയ കാറ് വേണം എനിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത്, നമ്മുടെ വീട്ടുകാർ, അത് അച്ഛനമ്മയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അവരോട് ആദ്യം ഈ കാര്യത്തെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ തയ്യാറാവണം. കാരണം അവരുടെ സപ്പോർട്ടും കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കടമില്ലാത്ത വ്യക്തിയായിട്ട് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ അത് ആദ്യം തന്നെ സപ്പോർട്ട് തേടുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് എത്ര ബാധ്യതകൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യം. ചിലർക്ക് ലോണുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചുറ്റുപാടുന്ന എവിടുന്നതിലൊക്കെ ചെറിയ കടങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. അതുപോലെ മറ്റ് നിരവധി ചെറിയ 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 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇനി ഈ ഒരു ബാധ്യതകൾ തീരുന്നവരെ ഞാൻ ഇനി എവിടുന്ന് കടം വാങ്ങില്ല എന്നുള്ള തീരുമാനമാണ് ആദ്യം വേണ്ടത്. എന്നിട്ട് ഇപ്പൊ ഒരു 10 തരം ബാധ്യതകൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളുടെ വരുമാനം എത്രയാണോ അതിന്റെ 50% നമ്മൾ വീട്ടു ചെലവുകൾക്കാണ്ടി മാറ്റിവെക്കും. ഒരു 10% നമ്മൾ എമർജൻസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കണം. കാരണം എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല. അതെല്ലാം മാസം നമ്മൾ കൃത്യമായിട്ട് മാറ്റിവെക്കാം. ഒരു 20% നമ്മൾ ലോണോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കും. അപ്പോൾ 50, 10, 60, 20, 80 ആയി. 10% നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റൽ കേസുകൾ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കണം. കാരണം നമ്മളുടെ എല്ലാ പ്രതീക്ഷകളെ ആസ്ഥാനത്താക്കിക്കൊണ്ടാണ് പല ആരോഗ്യ പ്രശ്നങ്ങളും വരികയും അതിന് നമ്മൾ അത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ എമൗണ്ടുകളെല്ലാം അതിൽ തന്നെ ചെലവായി പോവുകയും ചെയ്യും. അപ്പൊ അത് എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യും. അതുപോലെ ഒരു 10% നമ്മൾ സേവിങ്സിലേക്ക് മാറ്റിവെക്കണം. കാരണം ആ സേവിങ്സിലേക്ക് മാറ്റിവെക്കുന്ന പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു എമർജൻസി ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വാർഷിക വരുമാനം എത്രയാണോ അതിന്റെ ഒരു 6 മാസത്തേക്കുള്ള ഫണ്ട് നമ്മളുടെ കയ്യിൽ കിട്ടുന്നവരെ ആദ്യം ഇത് ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ കടങ്ങളില്ലാതെ നമ്മൾ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നാളെ തന്നെ കടങ്ങളില്ല എന്നുള്ളതല്ല ഇതിനർത്ഥം. പക്ഷെ ഘട്ടം ഘട്ടമായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്ലാനിൽ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ പിന്നോക്കം പോവില്ല എന്നുള്ള ഒരു തീരുമാനം കൂടെ നമുക്ക് വേണം. ആ തീരുമാനം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു 50% വീട്ടു ചെലവുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ വീട്ടു ചെലവുകളെ നമ്മളൊന്ന് എന്തെല്ലാം ഐറ്റംസ് ആണ് അതിൽ വരണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടൊന്ന് നോക്കാം. എന്നിട്ട് അതിൽ ഏതൊക്കെയാണോ നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്ന എന്നുള്ളത് നോക്കിയിട്ട് അത് പരമാവധി ഒഴിവാക്കി എടുക്കുക. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 10% ഒരു എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞു. ഈ എമർജൻസി ഫണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്കറിയാം നമ്മളൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നായിട്ട് പല ആവശ്യങ്ങൾ വരാറുണ്ട്. ഇപ്പൊ കുട്ടികൾ പഠിക്കുന്ന വ്യക്തികളാണെന്ന് വിചാരിക്കുക, പെട്ടെന്ന് നമുക്ക് പിന്നെ അവര് നാളെ വരുമ്പോൾ ഇത് 5000 രൂപ സെമസ്റ്റർ ഫീസ് വേണം, അല്ലെങ്കിൽ 10000 രൂപ അതിന് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുക, അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കടം വാങ്ങാൻ ഓടുകയും. അപ്പൊ കടം വാങ്ങുമ്പോൾ പെട്ടെന്ന് ഓടിച്ചെന്നാൽ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു തവണയും 2 തവണയൊക്കെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വാങ്ങാം. പക്ഷെ സ്ഥിരമായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ വല്ല ബ്ലേഡിന് കൊടുക്കുന്ന ആൾക്കാരിൽ നിന്നൊക്കെ വാങ്ങേണ്ട സ്ഥിതി വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണയം വെക്കേണ്ട സ്ഥിതി വരും. അത് നമുക്ക് കൂടുതൽ ബാധ്യത ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. അപ്പൊ ഈ എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് അത് ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി നിലവിൽ നമുക്ക് ലോണ് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു ഫാമിലി ആയിട്ട് കഴിഞ്ഞു പോകുന്ന ഒരാളാണെങ്കിൽ തീരെ ലോൺ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എല്ലാം കൂടി ഒഴിവാക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ നിലവിലുള്ള ലോണുകൾ ആദ്യം ഒന്ന് തരംതിരിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് അടയ്ക്കുന്ന ലോൺ ഏതാണ്? ഇപ്പോൾ ഹൗസിംഗ് ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കാം, ഇല്ലെങ്കിൽ അത് വേണ്ട. വാഹനങ്ങളുടെ ലോൺ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. ഇനി നമ്മൾ സുഹൃത്തുക്കളുടെ ആരെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. ഇനി എന്തെങ്കിലും ആഭരണങ്ങൾ പണയം വെക്കുകയോ അല്ലെങ്കിൽ ലോൺ എടുക്കുക, ഈ ചെറിയ ലോണുകൾ നമ്മൾ ബോണ്ട് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എഴുതി വെക്കാം. എന്നിട്ട് നമ്മൾ അതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ ആദ്യം ഏറ്റവും കുറവുള്ള ഏതാ നോക്കുക, അത് വേഗം അടച്ചു തീർക്കുക. അങ്ങനെ അടച്ചു തീർക്കുമ്പോൾ നമുക്ക് 10 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 9 ആക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ലോണിന്റെ എമൗണ്ട് അവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇത് നമ്മൾ എമർജൻസി ഫണ്ടിലേക്കാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഒരു 6 മാസത്തെ ഫണ്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഏറ്റവും ചെറിയ കട ഏതാ നോക്കിയിട്ട് അതിലേക്ക് മാറ്റി വെക്കാൻ കഴിയും. അങ്ങനെ ഓരോ കടങ്ങളായിട്ട് മാറ്റി നമ്മൾ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കടങ്ങൾ ഇല്ലാണ്ടാവും. പക്ഷെ ഇവിടെ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്, ഈ കടങ്ങൾ കുറയ്ക്കുമ്പോൾ തന്നെ പുതിയത് വാങ്ങാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യണം. അതുപോലെ 10% നമ്മൾ ആശുപത്രി കേസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കാരണം ഒരു ഫാമിലിയിൽ എപ്പോഴാണോ ഹോസ്പിറ്റൽ കേസ് വരിക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അതൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കേണ്ട ഫണ്ട് നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ അത് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വിപരീതമായിട്ട് പല പ്രശ്നങ്ങൾ നമ്മുടെ ഫാമിലിയിൽ ആശുപത്രി കേസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എമൗണ്ട് നമുക്ക് അതിലേക്ക് മാറ്റി വെക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മളുടെ ഈ പ്ലാനിങ് ഒക്കെ തെറ്റിപ്പോകും. അപ്പോൾ അത് എമർജൻസി ആയിട്ട് ചെയ്യാം. അപ്പോൾ 50, 10, 60, 10, 70, 20, 90 പിന്നെ ബാക്കി വരുന്ന 10% നമ്മൾ സേവിങ്സിലേക്ക് മാറ്റി വെക്കുക എന്ന് പറഞ്ഞു. ഈ സേവിങ്സ് നിങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനും കൂടെ പറ്റുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഈ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. പെട്ടെന്ന് നമ്മളെ ഒരു അഭാവം ആ ഫാമിലിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോയി നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ വേണ്ടി അത് മാറും. മാത്രമല്ല, ലോണുകളുടെ കാര്യങ്ങളൊക്കെ വലിയ എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് അവർക്കൊരു ബാധ്യത കൂടി ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ചേർത്ത് പിടിക്കാനും അവരെ സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ആണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ ബാധ്യത മതി അതെല്ലാം തകിടം മറിക്കാം. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എത്രയോ കുടുംബനാഥനായിട്ടുള്ള വ്യക്തിയുടെ വരുമാനം കൊണ്ട് ജീവിച്ചു പോകും. പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് അതെല്ലാം ജീവിതം താറുമാറായി കൊണ്ട് പുതിയ വീടൊക്കെ വെച്ചതിനെ ജപ്തിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത് നമ്മൾ ധാരാളം കാണുന്നുണ്ട്. അപ്പൊ അത്തരം കേസുകളൊന്നും നമ്മുടെ ഫാമിലിയിൽ വരാതിരിക്കാൻ റിസ്ക് കവർ ചെയ്യാൻ നമ്മൾ തയ്യാറാവും. പല ഓപ്ഷൻസ് ഉണ്ട്. അത് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള തോന്നുന്നതെങ്കിൽ ആ രീതിയിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാവും. അങ്ങനെ നമ്മൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കൊരു 3-4 വർഷം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ള ബാധ്യതകളൊക്കെ നമുക്ക് തീരും. ഇനി ബാധ്യതകൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടം വാങ്ങാതെ നമ്മുടെ കയ്യിൽ ഉള്ള വരുമാനം കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് SIP പോലത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് നിക്ഷേപങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഘട്ടഘട്ടമായിട്ട് നമ്മൾ കുറച്ച് കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആവും, നല്ലൊരു എമൗണ്ട് നമുക്ക് അവിടെ ബാലൻസ് ആയിട്ട് വരും. അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളിൽ വർഷങ്ങളായിട്ട് നമ്മൾ ഇത് പരിശീലിച്ച് വന്നാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ നമുക്കറിയാം, നമ്മളെക്കാൾ വരുമാനമുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നുണ്ട്. ഇവരെല്ലാവരും നമ്മൾ കാണുമ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷെ കുറെ കാലം കഴിയുന്ന സമയത്ത് കാണാം അവരിയ്ക്കുന്ന വീടൊക്കെ വിറ്റുകൊണ്ട് വല്ല വാടകയ്ക്കും പോയി താമസിക്കും. അതേ സ്ഥാനത്ത്
സാധാരണ ജോലികൾക്ക് പോകുന്ന വ്യക്തികൾ വരെ കഷ്ടപ്പെട്ട അധ്വാനിച്ച് നമ്മളെപ്പോൾ കാണുമ്പോൾ ഇവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ അങ്ങനെ കുറേ എന്താ അധ്വാനിക്കുന്ന സമയത്ത് കാണാൻ അവന്റെ മക്കൾ നല്ല ഉന്നതമായിട്ടുള്ള ജോലികളിൽ അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള മേഖലകളിലൊക്കെ എത്തിയിട്ട് ഇവൻ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കയ്യിൽ എന്ത് സമ്പത്തുണ്ടോ എന്നുള്ളതല്ല, നമ്മളുടെ കാഴ്ചപ്പാടുകൾ എന്താണോ, നമ്മൾ എങ്ങനെയാണോ ഓരോ കാര്യങ്ങളെ നമ്മൾ കാണുന്നത്, അതിനുവേണ്ടി എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യണ്ട. അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരിക്കലും 10 രൂപ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമ്മൾ പിന്നീട് അവരെ കാണിക്കാൻ പോയിട്ട് അവരുടെ മുന്നിലേക്ക് ചെല്ലാൻ പോലും നമുക്ക് പറ്റാത്ത രീതിയിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ കടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തികളും തയ്യാറാവുക. ഇനി വരാൻ പോകുന്ന വീഡിയോകളിൽ നമുക്ക് ഇതിൻ്റെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള പല രീതികൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പൊ എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വിഷയം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.